ഹേ ഗൈസ് വെൽക്കം ബാക്ക്. ഇലക്ട്രിക്കൽ എനർജി വൈദ്യുത ഊർജം എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്തെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ദ ഡയഗ്രാം ഷോസ് എ സിമ്പിൾ ഇലക്ട്രിക്കൽ സർക്യൂട്ട് വിത്ത് എ റെസിസ്റ്റർ ആർ കണക്റ്റഡ് ടു എ സെൽ. ഹൗ മച്ച് ഹീറ്റ് ഈസ് ജനറേറ്റഡ് ഇൻ 10 seconds? സോ നമുക്ക് തന്നിരിക്കുന്നത് ഒരു സർക്യൂട്ട് ആണ്. ആ സർക്യൂട്ടിൽ റെസിസ്റ്റർ തന്നു. റെസിസ്റ്ററിന്റെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധം 5 ohm ആണ്. ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന കറണ്ട് തന്നു, അത് 2 ampere ആണ്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞു ഹീറ്റ് ജനറേറ്റഡ്. സോ ഈ സർക്യൂട്ടിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവ് കണ്ടുപിടിക്കണം. താപം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി ആണ് താപം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഐ എന്ന് പറയുന്നത് കറണ്ട് ആണ്, ആർ എന്ന് പറയുന്നത് പ്രതിരോധം റെസിസ്റ്റൻസ് ആണ്, ടി എന്ന് പറയുന്നത് അവിടെ കറണ്ട് ഒഴുകുന്ന സമയമാണ്. സോ നമ്മൾ ഇക്വേഷനെ പെട്ടിയിലാക്കി വെച്ചു. ഇക്വേഷനെ പെട്ടിയിലാക്കി ഓരോ ടേമുകളും അന്വേഷിച്ച് നമ്മൾ പോവാണ്. ആരാടാ ഇവിടെയുള്ള കറണ്ട്? ഇവിടെയുള്ള കറണ്ട് തന്നിട്ടുണ്ട്, അത് ഐ ഈസ് ഈക്വൽ ടു 2 ampere ആണ്. റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 ohm ആണ്. സമയം തന്നു 10 സെക്കൻഡ് ആണ്. സോ ഡയറക്റ്റ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. ചോദ്യം കിട്ടി, ഉത്തരം കണ്ടുപിടിച്ചൂടെ? കണ്ടുപിടിക്കാം. എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ. ഐ എന്ന് പറയുന്നത് കറണ്ട്, കറണ്ടിന്റെ സ്ക്വയർ 2 square, റെസിസ്റ്റൻസ് 5 ohm, ടൈം 10 seconds, 4 into 5 into 10, 4 into 5, 4 into 5 20 ആണ്. 20 into 10 200 ജൂള് എന്ന ആൻസർ കിട്ടി. എളുപ്പമല്ലേ? സോ നമ്മൾ കണ്ടുപിടിച്ചു ഈ ഇലക്ട്രിക്കൽ സർക്യൂട്ടിനകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവ്. ക്ലിയർ ആണെങ്കിൽ, റെഡി ആണെങ്കിൽ ഓർത്ത് വെക്കാം. എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. ഇനി അതല്ല, താപം കണ്ടുപിടിക്കാൻ വേറെയും 2 ഇക്വേഷൻസ് ഉണ്ട്. ഏതൊക്കെയാ അത്? എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടിയുടെ കൂടെ ഓർത്തിരിക്കേണ്ട ഇക്വേഷൻസ് ആണ് എച്ച് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി, അതുപോലെ തന്നെ എച്ച് ഈസ് ഈക്വൽ ടു വി ഐ ടി. സോ ഈ 3 ഇക്വേഷൻസും നമ്മളുടെ മനസ്സിൽ അവിടെ ഉണ്ടാകണം. ഈ 3 ഇക്വേഷൻസ് ആണ് താപം കണ്ടുപിടിക്കാനുള്ള 3 ഇക്വേഷൻസ്. ഇവിടെ നമ്മൾ ഐ സ്ക്വയർ ആർ ടി കൊടുത്തു, 2 square into ആർ ഇൻറ്റു ടി, 2 square into 5 into 10 എടുത്തു, കിട്ടി 200 ജൂളാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവ്. സിമ്പിൾ ആണെങ്കിൽ, റെഡി ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. An electrical device has a resistance of 30 ohm and is designed to operate at a power of 120 watt. What is the voltage applied to get this power? So നോക്കണേ, ഒരു ഇലക്ട്രിക്കൽ ഡിവൈസ് തന്നിട്ടുണ്ട്. ആ ഡിവൈസിന്റെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധം തന്നു, എഴുതി വെക്കാം. റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, പ്രതിരോധം തന്നിട്ടുണ്ട്, അത് 30 ohm ആണ്. പിന്നെ പറഞ്ഞു ഈ ഇലക്ട്രിക്കൽ ഡിവൈസ് വർക്ക് ചെയ്യുന്ന പവർ തന്നു. പവർ എത്രയാ? പവർ 120 വാട്ട് ആണ്. സോ പവർ എന്ന് പറയുന്നത് 120 വാട്ട് ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നു എത്ര വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ പവർ കിട്ടുന്നത്? കണ്ടുപിടിക്കണം വോൾട്ടേജ് വി. നമ്മൾ നേരത്തെ പറഞ്ഞു പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് ഹീറ്റിന്റെ ഇക്വേഷൻ നിന്നും ഡിറൈവ് ചെയ്തെടുക്കാം. നമ്മൾ കണ്ടു ഹീറ്റിന്റെ ഇക്വേഷൻ എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി ആണ്. ഹീറ്റിന്റെ മറ്റൊരു ഇക്വേഷൻ വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി ആണ്. അതുപോലെ തന്നെ എച്ച് ഈസ് ഈക്വൽ ടു വി ഐ ടി ആണ്. ഇതൊക്കെയാണ് താപത്തിന്റെ, ഹീറ്റിന്റെ ഇക്വേഷൻ. പവറിന്റെ ഇക്വേഷൻ എന്തൊക്കെ വരും നോക്കണേ. ഇവിടെ ടൈമിന്റെ ടേം ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് പവറിന്റെ ഇക്വേഷൻ കിട്ടും. സോ പവറിന്റെ ഇക്വേഷൻ കൂടെ ഇതിന്റെ കൂടെ ഓർത്ത് വെക്കാം. പവർ പി ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടിക്ക് അകത്തുള്ള ഈ ടി ഒഴിവാക്കിയാൽ മതി. എന്ത് കിട്ടും? പവർ പി ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ. ഇനി എച്ച് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടിയിലുള്ള ടീനെ ഒഴിവാക്കിയാൽ നമുക്ക് വീണ്ടും പവർ കിട്ടും. സോ പവർ പി ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. മൂന്നാമത്തെ ഇക്വേഷൻ കൂടെ ഓർത്ത് വെക്കാം. പവർ പി ഈസ് ഈക്വൽ ടു വി ഐ. സോ പവർ കാണാനുള്ള 3 ഇക്വേഷൻസും നമ്മളുടെ കയ്യിലുണ്ട്. ഇവിടെ നമ്മളോട് തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? റെസിസ്റ്റൻസ് തന്നു, അത് 30 ohm ആണ്. പവർ തന്നു, അത് 120 വാട്ട് ആണ്. കണ്ടുപിടിക്കാൻ പറഞ്ഞു വോൾട്ടേജ് വി. സോ നമുക്ക് ഇതിൽ ഏത് ഇക്വേഷൻ എടുക്കാം? പവറിനെയും വോൾട്ടേജിനെയും പ്രതിരോധത്തിനെയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഏതാ നോക്കണേ? രണ്ടാമത്തെ ഇക്വേഷൻ. സോ ഈ ഇക്വേഷൻ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ്. പവർ P is equal to V square divided by R എന്നെടുത്തു. വോൾട്ടേജ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ V square, P is equal to V square by R ലുള്ളത് P into R is equal to V square എന്നെടുത്തു. എന്താ ചെയ്തത്? ഇവിടെ അടിയിലുള്ള R നെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക്, ഇടതു ഭാഗത്തേക്ക് കൊണ്ടുവന്നു. സോ P into R is equal to V square എന്ന് കിട്ടി. ആ ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തു, നേരെ തിരിച്ചിട്ടപ്പോൾ കിട്ടി V square is equal to P into R. നോക്കണേ, V square is equal to P into R ആണ്. സോ അവിടെ നിന്നും വോൾട്ടേജ് വി കണ്ടുപിടിക്കണം. ചെയ്തൂടെ? ചെയ്തു വെക്കാം. ചെയ്യാൻ പോവാണ്. വി സ്ക്വയർ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു ആർ. പി എന്ന് പറയുന്നത് പവർ ആണ്. പവർ തന്നു, അത് 120 വാട്ട് ആണ്.
റെസിസ്റ്റൻസ് നമ്മുടെ കയ്യിലുണ്ട്. റെസിസ്റ്റൻസ് എത്രയാ തന്നിട്ടുണ്ട്? 30 ഓം ആണ്. സോ വി സ്ക്വയർ എന്ന് പറയുന്നത് 120 × 30. ഇവിടെ നിന്നും വോൾട്ടേജ് വി കണ്ടൂടെ? കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി? റൂട്ട് എടുത്താൽ മതി. സോ 120 × 30ന്റെ റൂട്ട് എടുത്തു. 120 × 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കണേ എങ്ങനെ ചെയ്യാം. 120 × 30 12 × 3 12 × 3 നമുക്കറിയാം 36 ആണ്. സോ 12 × 3 36. എത്ര പൂജ്യമുണ്ട്? 1 2. സോ ആ 2 പൂജ്യം കൂടെ നമ്മൾ ഇട്ട് വെച്ചു. 3600. ക്ലിയർ അല്ലേ? സോ 36ഉം 2 പൂജ്യവും ഇയാളുടെ റൂട്ട് എടുക്കണം. എളുപ്പ പരിപാടിയാണ്. 36 × 100 ആണ് 3600. ഇതിൽ 36ന്റെ 36ന്റെ റൂട്ട് 6 ആണ്. അതുപോലെ തന്നെ 100ന്റെ റൂട്ട് എന്ന് പറയുന്നത് 10 ആണ്. സോ നമുക്ക് റൂട്ട് എടുത്തു കഴിഞ്ഞാൽ കിട്ടും. റൂട്ട് എടുത്തു കഴിഞ്ഞാൽ 36ന്റെ റൂട്ട് 6 ആണ്. 100ന്റെ റൂട്ട് 10 ആണ്. 6 × 10 60 വോൾട്ട് എന്ന് നമുക്ക് ആൻസർ കിട്ടി. സോ കൃത്യമായും വ്യക്തമായും നമുക്ക് പറഞ്ഞു വെക്കാം. ഇവിടെ 120 വാട്ട് പവർ ഒരു 30 ഓം റെസിസ്റ്റൻസ് ഉള്ള ഇലക്ട്രിക്കൽ ഡിവൈസിൽ കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ കൊടുത്തിരിക്കുന്ന വോൾട്ടേജിന്റെ അളവ് അത് 60 വോൾട്ട് ആണ്. എളുപ്പമല്ലേ? സിമ്പിൾ ആണ്. ഉപയോഗിച്ച ഇക്വേഷൻ ഏതാ? ഇക്വേഷൻ ഓർത്ത് വെക്കാം. അത് P = V² / R ആണ്. ഏതാ? P = V² / R ആണ്. ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് അവിടെ നിന്നും വോൾട്ടേജ് V കിട്ടിയത് 60 വോൾട്ട് ആണ്. സിമ്പിൾ ആണ്, എളുപ്പമാണ്. ഇത്ര മാത്രമേ ഓർത്തിരിക്കേണ്ടതായിട്ടുള്ളൂ. പവർ കാണാനുള്ള ഇക്വേഷൻ പവർ P = V² / R ആണ്. ഇവിടെ നിന്നും നമ്മൾ കണ്ടുപിടിച്ചു V² = P × R ആണ്. V² എന്ന് പറയുന്നത് P × R ആണ്. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് മാറ്റി കിട്ടി V = √(power × resistance). പവർ തന്നിട്ടുണ്ട്. പവർ എത്രയാ? എളുപ്പ പരിപാടി. പവർ 120, റെസിസ്റ്റൻസ് എത്ര? 30. 120 × 30 3600. 3600 എന്ന് പറഞ്ഞാൽ 36 × 100. 36ന്റെ റൂട്ട് 6 ആണ്. 100ന്റെ റൂട്ട് 10 ആണ്. 6 × 10 60 വോൾട്ട് എന്ന് ഉത്തരം കിട്ടി. എളുപ്പമാണ്. റിവൈസും ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? Which of the following appliances are used daily in a house? നോക്കണേ, സോറി. The following appliances are used daily in a house. താഴെ തന്നിരിക്കുന്ന ഡിവൈസുകൾ വീടുകളിൽ ദിവസം ഉപയോഗിക്കുന്നതാ. 1 200 വാട്ടുള്ള ടെലിവിഷൻ 5 മണിക്കൂറത്തേക്ക്. 2 5 40 വാട്ട് LED ബൾബുകൾ 4 മണിക്കൂർ വീതം. നോക്കണേ, 2 ഡിവൈസുകളെ പറ്റിയാണ് പറഞ്ഞത്. 1 ടെലിവിഷൻ ആണ്, 2 LED ബൾബുകളാണ്. ഒറ്റ ടെലിവിഷൻ മാത്രമേ ഉള്ളൂ, പക്ഷെ ടെലിവിഷൻ 5 മണിക്കൂർ നേരത്തേക്ക് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ LED ബൾബുകൾ എത്ര എണ്ണം ഉണ്ട്? 5 LED ബൾബുകൾ ഉണ്ട്. 40 വാട്ടിന്റെ 5 LED ബൾബുകൾ ഉണ്ട്. ഓരോന്നും 4 മണിക്കൂർ വീതം പ്രവർത്തിക്കുന്നുണ്ട്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുകയാണ്, കാൽക്കുലേറ്റ് ദ ടോട്ടൽ ഇലക്ട്രിസിറ്റി ബിൽ ഫോർ 30 ഡേയ്സ്. 30 ദിവസത്തേക്ക് വരുന്ന ഇലക്ട്രിസിറ്റി ബിൽ എത്രയാണ്? ഇഫ് ദ കോസ്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് 5 per unit. ഒരു യൂണിറ്റിന് 5 രൂപ എന്നുള്ള നിരക്കിലാണ് ഇലക്ട്രിസിറ്റി ബില്ല് വരുന്നതെങ്കിൽ 30 ദിവസത്തേക്ക് ഈ ഡിവൈസുകൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ രണ്ട് ടൈപ്പ് ഡിവൈസുകൾ, ഒന്ന് ടെലിവിഷനും അതേപോലെ തന്നെ 5 40 വാട്ടിന്റെ LED ബൾബുകളും. സോ 6 ഡിവൈസുകൾ മൊത്തം. ഒരു ടെലിവിഷനും 5 40 വോൾട്ടിന്റെ LED ബൾബുകളും 30 ദിവസത്തേക്ക് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ അവിടെ ഉപയോഗിക്കപ്പെടുന്ന ഇലക്ട്രിസിറ്റിയുടെ അളവ് എത്രയാണ്? 5 രൂപ വെച്ച് ഒരു യൂണിറ്റിന് കണക്കാക്കുകയാണെങ്കിൽ മൊത്തം എത്ര ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂം ചെയ്യപ്പെടും, എത്ര കറണ്ട് ബില്ല് വരും എന്നുള്ളതാണ് ചോദ്യം. സിമ്പിൾ ആയിട്ട് ചെയ്തൂടെ? എളുപ്പമായിട്ട് ചെയ്തു വെക്കാം. സോ നമ്മൾ ഇവിടെ കണ്ടുപിടിക്കാൻ പോകുന്നു എനർജി. ആദ്യം നമ്മൾ ടെലിവിഷന്റെ എനർജി കണ്ടുപിടിക്കാം. ടെലിവിഷനിൽ എത്രത്തോളം എനർജി ഉപയോഗപ്പെടുത്തും നോക്കണേ. എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? എനർജി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു വെച്ചു, കമേഴ്ഷ്യലി നമ്മൾ ഉപയോഗിക്കുന്ന എനർജിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് അത് ജൂൾ അല്ല, കിലോ വാട്ട് ഹവർ ആണ്. എന്താ? കിലോ വാട്ട് ഹവർ ആണ്. സോ നമ്മൾ ഇവിടെ എനർജി കണ്ടുപിടിക്കാൻ പോകുന്നത് കിലോ വാട്ട് ഹവറിലാണ്. കിലോ വാട്ട് ഹവറിൽ എനർജി എടുക്കുമ്പോൾ ഇക്വേഷൻ എന്താ? സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കാം. പവർ ഇൻറ്റു ടൈം ഡിവൈഡഡ് ബൈ 1000. പവർ ഇൻറ്റു ടൈം ഡിവൈഡഡ് ബൈ 1000. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഇവിടെ പവർ എടുക്കുന്നത് നമ്മൾ വാട്ടിലായിരിക്കും. എന്തിലായിരിക്കും പവർ എടുക്കേണ്ടത്? വാട്ടിലാണ് പവർ എടുക്കേണ്ടത്. സമയം എടുക്കേണ്ടത് സെക്കൻഡിലല്ല, സമയം എടുക്കേണ്ടത് ഹവറിലാണ്. സോ പവർ നമ്മൾ വാട്ടിലും ടൈം ഹവറിലും എടുക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക, 1000 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക്കൽ എനർജി കിട്ടും. ഇലക്ട്രിക്കൽ എനർജി ഇൻ കിലോ വാട്ട് ഹവർ. കിലോ വാട്ട് ഹവറിൽ
ഇലക്ട്രിക്കൽ എനർജി കിട്ടും. സോ കൃത്യമായിട്ട് ഇക്വേഷൻ ഓർത്ത് വെക്കാം. സിമ്പിൾ അല്ലേ? ഇലക്ട്രിക്കൽ എനർജി ഇൻ കിലോ വാട്ട് ഹവർ ഈസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം ഡിവൈഡഡ് ബൈ 1000. പവർ വാട്ടിലാണ്, ടൈം ഹവറിലാണ്, 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സിമ്പിൾ അല്ലേ? എളുപ്പമല്ലേ? ഇനി നമ്മൾ ആദ്യത്തെ കേസിൽ, അതായത് ടി വിയിൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ടി വി എത്ര മണിക്കൂറത്തേക്ക്, 5 മണിക്കൂറത്തേക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ഒരൊറ്റ ദിവസത്തേക്ക് എത്ര എനർജി ഇൻ കിലോ വാട്ട് ഹവർ ഉണ്ടാവുമെന്ന് നോക്കാം. നോക്കിക്കൂടെ? ഓക്കെ, ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂംഡ് ബൈ ടി വി ഉപയോഗിക്കുന്ന വൈദ്യുത ഊർജത്തിന്റെ അളവ് അയാളെ ഞാൻ ഈ ടി വി എന്ന് കൊടുത്തു. എനർജി ഉപയോഗിച്ചത് ആരാ? ടി വി ആണ്. ടി വി ഉപയോഗിച്ച എനർജി. എന്താ ചെയ്യേണ്ടത്? പവറിനെ എടുക്കുക, സമയം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 1000 കൊണ്ട്. പവറിനെ എടുക്കുക, സമയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ പവർ ഇൻറ്റു ടൈം ഡിവൈഡഡ് ബൈ 1000 എടുക്കുക. പവർ ഇൻറ്റു ടൈം ഡിവൈഡഡ് ബൈ 1000. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഇവിടെ പവർ എന്ന് പറയുന്നത് ഏതിലായിരിക്കണം? വാട്ടിലായിരിക്കണം. കൃത്യമായിട്ട് ഓർത്ത് വെക്കണേ. പവർ എന്ന് പറയുന്നത് വാട്ടിലായിരിക്കണം. അതുപോലെ തന്നെ ടൈം എന്ന് പറയുന്നത് ഹവറിലും ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇലക്ട്രിക്കൽ എനർജി കിട്ടും. ആ ഇലക്ട്രിക്കൽ എനർജി കിട്ടുന്നത് കിലോ വാട്ട് ഹവറിലാണ്. സിമ്പിൾ അല്ലേ? ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണേ. നോക്കണേ, ഈ ഒരു ഒരൊറ്റ ടി വിയുടെ പവർ എത്രയാണ് തന്നിട്ടുണ്ട്? ഒരൊറ്റ ടി വിയുടെ പവർ എന്ന് പറയുന്നത് 200 വാട്ടാണ്. സോ നമ്മൾ പവർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ടി വിയുടെ കേസിൽ പവർ എന്ന് പറയുന്നത് 200 വാട്ടാണ്. എത്ര വാട്ടാ? 200 വാട്ടാണ്. എത്ര ടൈം നേരത്തേക്ക് പ്രവർത്തിപ്പിച്ചു? അതും തന്നിട്ടുണ്ട്. 5 മണിക്കൂർ നേരത്തേക്കാണ്, 5 hours ആണ് പ്രവർത്തിപ്പിച്ചത്. സോ നമ്മൾ അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 1000. സോ 200 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 1000 ആണ്. 1000 ഡിവൈഡഡ് ബൈ 1000 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 1 കിലോ വാട്ട് ഹവർ. സോ ടി വി ഒരു ദിവസത്തേക്ക് പ്രവർത്തിക്കുന്ന സമയത്ത്, ടി വി ഒരു ദിവസം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ദിവസം എത്ര മണിക്കൂർ? 5 മണിക്കൂറത്തേക്ക് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ 1 കിലോ വാട്ട് ഹവർ എനർജി കൺസ്യൂം ചെയ്യും. 1 കിലോ വാട്ട് ഹവറിനെയാണ് നമ്മൾ 1 യൂണിറ്റ് എന്ന് വിളിക്കുന്നത്. സോ ഇവിടെ കൺസ്യൂം ചെയ്യപ്പെടുന്ന, ഉപയോഗിക്കപ്പെടുന്ന എനർജിയുടെ അളവ് 1 യൂണിറ്റ് ആണ്. സിമ്പിൾ അല്ലേ? ടിവിന്റെ പരിപാടി കഴിഞ്ഞു. ഇനി ബൾബിന്റെ പരിപാടിയാണ്. LED ബൾബിന്റെ പരിപാടിയാണ്. സോ LED ബൾബ് എത്രത്തോളം ഊർജം ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്ന് നോക്കാം. സോ എനർജി കൺസ്യൂംഡ് ബൈ ബൾബ്. എത്ര ബൾബ് ഉണ്ട്? ഒരു ബൾബാണോ? അല്ല, 5 ബൾബുകൾ ഉപയോഗിക്കുന്നുണ്ട്. സോ 5 ഇൻറ്റു പവർ, 5 ഇൻറ്റു പവർ ഇൻറ്റു സമയം ഡിവൈഡഡ് ബൈ 1000 എടുക്കണം. പവർ വാട്ടില. സോ 5 ഇൻറ്റു പവർ ഇൻ വാട്ട് എത്രയാ? ഒരു LED ബൾബിന്റെ പവർ എന്ന് പറയുന്നത് 40 വാട്ടാണ്. സോ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 40 എത്രയാ? 40. സമയം, എത്ര സമയത്തേക്ക്, ഒരു ദിവസത്തിൽ എത്ര സമയത്തേക്ക് നമ്മൾ ഈ 5 LED ബൾബുകൾ ഉപയോഗിക്കുന്നുണ്ട്? ഓരോ LED ബൾബുകളും പറഞ്ഞു 4 മണിക്കൂർ വീതം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. സോ അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 4 മണിക്കൂർ ഡിവൈഡഡ് ബൈ 1000. സിമ്പിൾ അല്ലേ? സോ 5 ഇൻറ്റു 40 ഇൻറ്റു 4 ചെയ്യാൻ ബുദ്ധിമുട്ട് ആളുകൾ എന്ത് ചെയ്യുക? 5 ഇൻറ്റു 4 എടുക്കുക. 5 ഇൻറ്റു 4 20, 5 ഇൻറ്റു 4 20, 20 ഇൻറ്റു 4 80, 80ഉം ഒരു പൂജ്യവും എത്ര കിട്ടും? 800 കിട്ടും. സോ 800 ഡിവൈഡഡ് ബൈ 1000 that is equal to 0.8 കിലോ വാട്ട് ഹവർ എന്ന് കിട്ടി. സോ എനർജി ഓഫ് 5 ബൾബുകൾ ഒരു ദിവസം പ്രവർത്തിപ്പിച്ചു കഴിഞ്ഞാൽ അവർ കൺസ്യൂം ചെയ്യുന്ന ഊർജത്തിന്റെ അളവ് കിട്ടി. അത് 0.8 കിലോ വാട്ട് ഹവർ ആണ്. 0.8 കിലോ വാട്ട് ഹവർ എന്ന് പറഞ്ഞാൽ 0.8 യൂണിറ്റ് ആണ്. സോ 0.8 യൂണിറ്റ് ഉപയോഗിച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ദിവസത്തേക്കാണ് മക്കളെ, ഒരു ദിവസത്തേക്ക് 5 മണിക്കൂറത്തേക്ക് ടിവിയും 4 മണിക്കൂറത്തേക്ക് 5 LED ബൾബുകളെന്നും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ഈ ടിവിയും അതുപോലെ തന്നെ ബൾബുകളും കൂടെ ചേർന്ന് കൺസ്യൂം ചെയ്യുന്ന എനർജി എത്രയാണെന്ന് നോക്കാം. എനർജി കൺസ്യൂംഡ് ബൈ എനർജി ആരൊക്കെയാ കൺസ്യൂം ചെയ്തത്? എനർജി കൺസ്യൂംഡ് ബൈ ടിവി ആൻഡ് ബൾബ്സ്. ടിവിയും ബൾബുകളും കൺസ്യൂം ചെയ്ത എനർജി ഇൻ 1 ഡേ. ഒരൊറ്റ ദിവസം കൊണ്ട് ഇവര് രണ്ടുപേരും കൂടെ കൺസ്യൂം ചെയ്യുന്ന എനർജി എന്താ? അത് ഈ ടിവി പ്ലസ് ഈ ബൾബാണ്. ഈ ടിവി പ്ലസ് ഈ ബൾബ്. ഈ ടിവി നമുക്ക് 1 യൂണിറ്റ് ആണ്, അല്ലെങ്കിൽ 1 കിലോ വാട്ട് ഹവർ ആണെന്ന് കിട്ടി. ഇനി നോക്കണേ, ഈ ബൾബ് എത്രയാ? ഈ ബൾബ് എന്ന് പറയുന്നത് 0.8 കിലോ വാട്ട് ഹവർ ആ. രണ്ടും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ, രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അത് 1
1.8 കിലോ വാട്ട് ഹവർ ആണ്. സോ LED ബൾബുകളും അതുപോലെ തന്നെ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഇവിടെ നോക്കണേ 1 കിലോ വാട്ട് ഹവർ ആണ് ആരുടേത്? ഇവിടെ ടിവിയുടെ എനർജി 1 കിലോ വാട്ട് ഹവർ ആണ്. അതുപോലെ തന്നെ ബൾബിന്റെ എനർജി 0.8 കിലോ വാട്ട് ഹവർ ആണ്. രണ്ടും കൂടെ ചേർത്താൽ നമുക്ക് കിട്ടും 1.8 കിലോ വാട്ട് ഹവർ ആണ്. ഇവിടെ ആര് ഉപയോഗപ്പെടുത്തുന്നത്? ടിവിയും ബൾബും കൂടെ ചേർന്നുകൊണ്ട് ഉപയോഗപ്പെടുത്തുന്നത് 1.8 കിലോ വാട്ട് ഹവർ ആണ്. അവിടെ വെക്കുക. ഒരൊറ്റ ദിവസത്തേക്ക് ഇവർ ഉപയോഗിക്കുന്നതാ. ഒരൊറ്റ ദിവസത്തേക്ക് ഉപയോഗിക്കുന്ന ഇലക്ട്രിക്കൽ എനർജിയാ. അത് 30 ദിവസത്തേക്ക് എടുക്കാം. എനർജി കൺസ്യൂംഡ് ഇൻ 30 days. 30 ദിവസത്തേക്കാണെങ്കിൽ എത്ര എനർജി കൺസ്യൂം ചെയ്യും? ഈ 1.8 into 30. 1.8 into 30 എടുക്കുക. 1.8 into 30 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അത് 54 കിലോ വാട്ട് ഹവർ ആണ്. സോ 54 കിലോ വാട്ട് ഹവർ 30 ദിവസത്തേക്ക് ഈ ബൾബും ടിവിയും കൂടെ കൺസ്യൂം ചെയ്യുന്നുണ്ട്. നോക്കണേ, 54 കിലോ വാട്ട് ഹവർ എന്ന് പറഞ്ഞാൽ എത്ര യൂണിറ്റാ? 1 കിലോ വാട്ട് ഹവർ എന്ന് പറഞ്ഞാൽ 1 യൂണിറ്റ് ആണ്. സോ 54 കിലോ വാട്ട് ഹവർ എന്ന് പറഞ്ഞാൽ 54 യൂണിറ്റ് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. 54 യൂണിറ്റ് ഒരു മാസം കൊണ്ട് കൺസ്യൂം ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? നമ്മളോട് പറഞ്ഞു ഇവിടെ ഈ കറണ്ട് ബില്ല് കണ്ടുപിടിക്കുന്നത് 30 ദിവസത്തേക്കാണ് എന്ന് മാത്രമല്ല 1 യൂണിറ്റിന് 5 രൂപ വീതമാണ് ചാർജ് ചെയ്യുന്നത്. സോ 1 യൂണിറ്റിന് 5 രൂപ വീതം. നോക്കണേ, 1 യൂണിറ്റിന് ദ കോസ്റ്റ് ഓഫ് 1 യൂണിറ്റ്, 1 യൂണിറ്റ് ഇലക്ട്രിസിറ്റിയുടെ പൈസ എന്ന് പറയുന്നത് അത് ₹5 രൂപയാ. ഇവിടെ എത്ര യൂണിറ്റ് ഉപയോഗിച്ചു? ഇവിടെ നമ്മൾ 54 യൂണിറ്റ് ഉപയോഗിച്ചു. സോ കോസ്റ്റ് ഓഫ് 54 യൂണിറ്റ്. 54 യൂണിറ്റിന്റെ കാണാമെങ്കിൽ 5 into 54 എടുക്കണം. സോ 54 into 5, 5 4s are 20, 25 into 25 plus 2, 270. സോ നമുക്ക് കിട്ടി 270 രൂപ കറണ്ട് ബില്ല് വന്നു. 30 ദിവസത്തേക്ക് നമ്മൾ ഒരു ടിവിയും 5 LED ബൾബുകളും ഉപയോഗിക്കുമ്പോൾ. ക്ലിയർ അല്ലേ? എന്തൊക്കെയാ നമ്മൾ ചെയ്തത്? നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു ടിവി കൺസ്യൂം ചെയ്യുന്ന എനർജി, പവർ ഇൻടു ടൈം ബൈ 1000. അവിടെ നിന്ന് നമുക്ക് കിട്ടിയ ടിവി ഒരു ദിവസത്തേക്ക് പ്രവർത്തിക്കുന്ന സമയത്ത് കിട്ടിയത് 1 യൂണിറ്റ് ആണ് അയാൾ ഉപയോഗിക്കുന്ന ഇലക്ട്രിക്കൽ എനർജി. അതിനുശേഷം നമ്മൾ 5 ബൾബ് കൺസ്യൂം ചെയ്യുന്ന എനർജി കണ്ടു. 5 ബൾബ് കൺസ്യൂം ചെയ്യുന്ന എനർജി നമുക്ക് കിട്ടി. അത് 0.8 കിലോ വാട്ട് ഹവർ ആണ്, അല്ലെങ്കിൽ 0.8 യൂണിറ്റ് ആണ്. രണ്ടുപേരും കൂടെ ഒരു ദിവസം കൺസ്യൂം ചെയ്യുന്ന എനർജി കിട്ടി. അത് 1.8 കിലോ വാട്ട് ഹവർ ആണ്. ഇനി രണ്ടുപേരും കൂടെ കൺസ്യൂം ചെയ്യുന്ന എനർജി ഒരു മാസത്തേക്ക് എത്ര? അത് 1.8 into 30 ആണ്. ദാറ്റ് ഈസ് 54 കിലോ വാട്ട് ഹവർ, അല്ലെങ്കിൽ 54 യൂണിറ്റ്. 1 യൂണിറ്റിന്റെ പൈസ 5 രൂപയാണെങ്കിൽ 54 യൂണിറ്റിന്റെ പൈസ 54 into 5, ദാറ്റ് ഈസ് 270 rupees എന്ന് ആൻസർ കിട്ടി. സോ വീണ്ടും പ്രാക്ടീസ് ചെയ്യുക, പ്രോബ്ലംസ് ചെയ്തുകൊണ്ടിരിക്കുക, ഇക്വേഷൻസ് മെമ്മറൈസ് ചെയ്തിരിക്കുക. താങ്ക് യു വൺ ആൻഡ് ആൾ.